ഓക്കെ, എക്കോസിസ്റ്റം പറയും. ആരും പറയുന്നില്ലല്ലോ. എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാല് ഒരു ലിവിങ് ഓർഗാനിസം അതിന്റെ എൻവിറോൺമെന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു ഏരിയ. അതാ സിസ്റ്റമാണ്. ഒരു സിസ്റ്റം അല്ലേ. സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് സ്പേസ് ആവാം. An ecosystem is a community of living organisms interacting with each other and other non-living environment. ലിവിങ് തിങ്സ് തമ്മിലും അവരുടെ എൻവിറോൺമെന്റിലുമായിട്ടും ഇന്ററാക്ട് ചെയ്യുന്ന ഒരു ഏരിയയാണ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ എക്കോസിസ്റ്റത്തിൽ എന്തെല്ലാം ഉള്ളത്? ഓൾ ലിവിങ് തിങ്സ്, പ്ലാന്റ്സ് ഉണ്ടാവും, ആനിമൽസ് ഉണ്ടാവും, ബാക്ടീരിയ, അതൊക്കെ ഉണ്ട്. ഓൾ ലിവിങ് തിങ്സ്, നമ്മൾ അതിനെ ബയോട്ടിക് കോമ്പോണന്റ് എന്ന് പറയും. അതേപോലെ ഓൾ നോൺ ലിവിങ് തിങ്സ്, സൺ, റോക്ക്, സോയിൽ, വാട്ടർ, എയർ, അതൊക്കെയാണ്. അപ്പൊ ലിവിങ് തിങ്സ് ഈ നോൺ ലിവിങ് തിങ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക. ലിവിങ് തിങ്സ് അവരുടെ ലിവിങ് തിങ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു, ആസ് വെൽ ആസ് നോൺ ലിവിങ് തിങ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. അതിനെയാണ് എക്കോസിസ്റ്റം എന്ന് പറയാം. എക്സാമ്പിൾ, ഒരു റിവർ, ഒരു ഓഷ്യൻ, നിങ്ങളുടെ വീട്ടിലെ അക്വേറിയം, ഒരു കിണറ്, അതിനകത്ത് കുറെ ജീവജാലങ്ങളുണ്ട്. അത് വെള്ളമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു, എയറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു, ജീവിക്കുന്നു, എനർജി ഫ്ലോ ഉണ്ടാവുന്നു, അവര് ഫുഡ് കഴിക്കുന്നു, ഫുഡ് മറ്റുള്ള പ്ലാന്റുകളെയോ മറ്റുള്ള ആനിമൽസിനെയോ പിടിച്ചു തിന്നിട്ട് എനർജി ഉണ്ടാക്കുന്നു. അതിനകത്ത് ഇന്ററാക്ട് ചെയ്യാന്ന് പറയാം. അതായത് നമ്മൾക്ക് വേണ്ട വായു അറ്റ്മോസ്ഫിയറിൽ നിന്ന് കിട്ടുന്നു, വെള്ളം ഹൈഡ്രോസ്ഫിയറിൽ നിന്ന് കിട്ടുന്നു, നമുക്ക് വേണ്ട ഫുഡ് വെജിറ്റബിൾസ് അത് പ്ലാന്റുകളിൽ നിന്ന് കിട്ടുന്നു. അപ്പൊ നമ്മൾ ഇതുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. ഈ കാര്യങ്ങളുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ജീവിക്കുന്നു. അങ്ങനെയുള്ള ഏരിയയാണ് എക്കോസിസ്റ്റം എന്ന് പറയുക. എക്കോസിസ്റ്റം വളരെ വലുതാവാം, ചെറുതുമാവാം. വലുതെന്ന് പറഞ്ഞാൽ ഓഷ്യൻ എക്കോസിസ്റ്റം ആണ്. അതേപോലെ നമ്മുടെ വീട്ടിലെ അക്വേറിയം ഒരു ചെറിയൊരു എക്കോസിസ്റ്റം ആണ്. റിവർ ഒരു എക്കോസിസ്റ്റം ആണ്. ഫോറസ്റ്റ് ഒരു എക്കോസിസ്റ്റം ആണ്. നിങ്ങളുടെ വീട്ടിലെ അടുക്കള ഒരു എക്കോസിസ്റ്റം ആണ്. ഒരു ചെറിയൊരു പോണ്ട് ഒരു എക്കോസിസ്റ്റം ആണ്. ആ പോണ്ടിൽ കുറെ ജീവജാലങ്ങളുണ്ട്, വെള്ളമുണ്ട്, റോക്ക് ഉണ്ട്, ഓക്കെ, പ്ലാന്റുകൾ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഇന്ററാക്ട് ചെയ്യുന്നു. അതാണ് എക്കോസിസ്റ്റം. നമുക്ക് സ്ലൈഡിലേക്ക് പോയാല് കാണുന്നുണ്ടോ? What is an ecosystem? An ecosystem is a community of living organisms interacting with each other and their non-living environment. What makes up ecosystem? All living things, non-living things. Okay. അപ്പോൾ എക്കോസിസ്റ്റം ഒരു ചെറിയൊരു എക്കോസിസ്റ്റം ബാക്ക് യാർഡ്, നമ്മളെ വീടിന്റെ ബാക്ക് യാർഡ്, ഒരു വീടിന്റെ പിറകുവശമാവാം. ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ ഒരു പോണ്ട് ആവാം, അല്ലെങ്കിൽ ഒരു പ്ലേ ഗ്രൗണ്ട് ആവാം. ഇവിടെ കുറെ ലിവിങ് തിങ്സും ഉണ്ടാവും, നോൺ ലിവിങ് തിങ്സും ഉണ്ടാവും. അത് തമ്മിലുള്ള ഇന്ററാക്ഷൻ, ആ ഒരു ഏരിയ, അതിനാണ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഇതുമാതിരി വലിയ കാര്യങ്ങളാവാം. ഓക്കെ, ഫോറസ്റ്റ് ആവാം, ഓഷ്യൻ ആവാം, റിവർ ആവാം. നിങ്ങൾ ഓഡിയോ മ്യൂട്ട് ചെയ്യ എല്ലാരും. ഓക്കെ, ഓഡിയോ മ്യൂട്ട് ചെയ്യണോ? മ്യൂട്ട് ചെയ്യ്. ഓഡിയോ മ്യൂട്ട് ചെയ്യ് പ്ലീസ്. How will you define an ecosystem? Define ecosystem എന്നൊരു ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ ഡിഫൈൻ ചെയ്യാം? Ecosystem are functional units consisting of living things in a given area, non-living chemical and physical factors. കെമിക്കൽ എന്ന് പറഞ്ഞാൽ വെള്ളമാവാം, കാർബൺ ഡയോക്സൈഡ് ആവാം, അതുമാതിരിയുള്ള ഫിസിക്കൽ ഫാക്ടേഴ്സ്. ഫിസിക്കൽ ഫാക്ടേഴ്സ് വാട്ടർ, റോക്ക്, നിങ്ങളുടെ സോയിൽ, physical factors of their environment.
linked together through nutrition cycle and energy flow. എന്തിനാണ് ഇത് ചെയ്യുന്നത്? ന്യൂട്രീഷൻ സൈക്കിളിന് വേണ്ടിയാണ്. ന്യൂട്രീഷൻ സൈക്കിൾ എന്ന് പറഞ്ഞാല് നമ്മള് ഫുഡ് ഉണ്ടാക്കുന്നു, ഫോട്ടോസിന്തസിസ് വഴി ഫുഡ് ഉണ്ടാക്കുന്നു. ഓക്കെ, അനോട്ടേറ്റ് ചെയ്യല്ല ആരും. I gone by mistake. പ്ലാന്റുകള് ഫോട്ടോസിന്തസിസ് വഴി ഫുഡ് ഉണ്ടാക്കുന്നു, അത് നമ്മൾ ഭക്ഷിക്കുന്നു. അതിനുശേഷം നമ്മള് മരിച്ചു കഴിഞ്ഞാല് നമ്മള് വീണ്ടും മണ്ണിലേക്ക് അടിയുന്നു. അതാണ് ന്യൂട്രീഷൻ സൈക്കിൾ. നമ്മളത് ന്യൂട്രീഷൻ ആയിട്ട് മണ്ണിലേക്ക് തിരിച്ചെത്തുകയാണ്. അപ്പൊ അത് ന്യൂട്രീഷൻ ഒരു സൈക്കിളാണ്. ഓക്കെ, എനർജി ഫ്ലോ എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ഷനിൽ മാത്രമേ ഉണ്ടാവൂ. വെജിറ്റബിൾസ് കഴിക്കുന്ന ജീവികള്, അതിനെ പിടിച്ചിരുന്ന വേറെ ജീവികൾ, അങ്ങനെ മുകളോട്ട് പോകുന്നു. അത് നമുക്ക് നോക്കാം. അപ്പൊ ന്യൂട്രീഷൻ സൈക്കിളിനും എനർജി ഫ്ലോക്കും ആണ് മെയിൻ ഇമ്പോർട്ടൻസ് ഒരു എക്കോസിസ്റ്റത്തിന്റെ അത് ജീവജാലങ്ങള് ജീവിക്കാൻ വേണ്ടി. യാസിഫ് വെയിറ്റിംഗ് ഇൻ ഓക്കെ. അപ്പൊ ഇത് നോക്കാം, ecological system അല്ലെ. ecological system consisting of all the organisms in an area and the physical environment with which they interact. A biological community of interacting organisms and their physical environment എന്നും പറയാം. ബയോളജിക്കൽ കമ്മ്യൂണിറ്റി. ഗ്രാസ് തിന്നുന്ന ഗ്രാസ് ഹോപ്പർ, ഗ്രാസ് ഹോപ്പറിനെ തിന്നുന്ന ഫ്രോഗ്, ഫ്രോഗിനെ തിന്നുന്ന സ്നേക്ക്, സ്നേക്കിനെ തിന്നുന്ന ഈഗിൾ. അതാണ് എനർജി ഫ്ലോ എന്ന് പറയുന്നത്. അത് ഒരു എക്കോസിസ്റ്റത്തിൽ ഇന്ററാക്ട് ചെയ്യാണ് അവരുടെ എൻവിറോൺമെന്റുമായിട്ട്. ഓക്കെ, അപ്പൊ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ എക്കോളജിക്കൽ സിസ്റ്റം. കമ്മ്യൂണിറ്റി ആൻഡ് ഈസ് ഫിസിക്കൽ എൻവിറോൺമെന്റ് ട്രീറ്റഡ് ടുഗദർ ആസ് എ ഫങ്ഷണൽ സിസ്റ്റം. എ കമ്മ്യൂണിറ്റി ആൻഡ് ഈസ് ഫിസിക്കൽ എൻവിറോൺമെന്റ്, നമ്മളും നമ്മളെ ചുറ്റുപാടുകളും, അതാണ് എക്കോസിസ്റ്റം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഞാൻ റിപ്പീറ്റ് ചെയ്യാന്ന് പറഞ്ഞായിരുന്നു ഈ ക്ലാസ്, അതുകൊണ്ടാണ് സെയിം തിങ് റിപ്പീറ്റ് ചെയ്യുന്നത്. Okay, an ecosystem is a large community of living organisms, plants, animals and microbes. പ്ലാന്റുകളാവാം, പ്ലാന്റുകൾ, ജീവജാലങ്ങൾ, ആനിമൽസ് ആൻഡ് മൈക്രോബ്സ്, കാണാൻ പറ്റാതെ മൈക്രോബ്സ് ഇൻ എ പർട്ടിക്കുലർ ഏരിയ. ഈ ഏരിയയിൽ the living and physical components are linked together through nutrition cycle and energy flow. എങ്ങനെയാ ലിങ്ക് ചെയ്യുന്നത്? ന്യൂട്രീഷൻ സൈക്കിളിന് വേണ്ടി, എനർജി ഫ്ലോക്ക് വേണ്ടിയും. ന്യൂട്രീഷൻ സൈക്കിൾ എന്ന് പറഞ്ഞാല് ഈ ഗ്രാസ് സോളാർ സണ്ണിന്ന് എനർജി വലിച്ചെടുത്തിട്ട് ഫുഡ് ഉണ്ടാക്കും. ഈ ഗ്രാസിനെ തിന്നു മറ്റുള്ള ജീവജാലം, ഗ്രാസ് ഹോപ്പറിനെ തിന്നുന്ന ഫ്രോഗിനെ തിന്നുന്ന സ്നേക്ക്, അങ്ങനെ, അല്ലെങ്കിൽ ഫ്രോഗിനെ തിന്നുന്ന വലിയ ഫിഷുകൾ. അതിനുശേഷം അതാണ് എനർജി ഫ്ലോ. ഓക്കെ, ന്യൂട്രീഷൻ സൈക്കിൾ എന്ന് പറഞ്ഞാല് സണ്ണിന്ന് വലിച്ചെടുത്ത ന്യൂട്രീഷൻ പ്ലാന്റുകൾ സ്റ്റോർ ചെയ്യും. പ്ലാന്റുകൾ ഭക്ഷിക്കുന്ന ജീവജാലങ്ങൾ, അതിനെ ഭക്ഷിക്കുന്ന ജീവജാലങ്ങൾ, അത് ചത്തു കഴിഞ്ഞാൽ തിരിച്ച് ന്യൂട്രീഷൻ എനർജി എർത്തിലേക്ക് പോവും, മണ്ണിലേക്ക് പോവും. അത് പ്ലാന്റുകൾ വലിച്ചെടുക്കുന്നു, വീണ്ടും സൈക്കിൾ ആവുന്നു. അതാണ് എനർജി സൈക്കിൾ. ഓക്കെ, ന്യൂട്രീഷൻ സൈക്കിൾ. അപ്പം എക്കോസിസ്റ്റം എന്തൊക്കെ ടൈപ്പാണ് ഉള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്. ആര് വെയിറ്റ് ചെയ്യുന്നത്? പാർട്ടിസിപ്പൻസ് ആർ വെയിറ്റിംഗ്. ലെറ്റ് മീ സീ. ഓക്കെ, participants. Okay, now total 29 only. Natural ecosystem, artificial ecosystem. Okay, natural terrestrial ഉണ്ട്, aquatic ഉണ്ട്. ടെറസ്ട്രിയൽ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ മുകളിൽ ഉള്ള ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം, ഡിസേർട്ട് എക്കോസിസ്റ്റം, ഫോറസ്റ്റ് എക്കോസിസ്റ്റം, ഒരു പ്ലേ ഗ്രൗണ്ട്, അതൊക്കെ ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം ആണ്. അക്വാറ്റിക് എന്ന് പറയാൻ രണ്ട് ടൈപ്പ് ഉണ്ട്, ലെൻഡിക്, ലോട്ടിക്. ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു. ലെൻഡിക് എന്ന് പറഞ്ഞാൽ ഒരു ലേക്ക് ആവാം, പോണ്ട് ആവാം, വേർ വാട്ടർ ഡസ് നോട്ട് ഫ്ലോ, വെള്ളം ഒഴുകാൻ സാധ്യതയില്ല, അതിന് ലെൻഡിക് എക്കോസിസ്റ്റം. ലോട്ടിക് എന്ന് പറഞ്ഞാൽ വെള്ളം ഫ്ലോ ഉള്ള വെള്ളം, റിവർ ആവാം, സ്പ്രിങ് ആവാം, അതൊക്കെ
ലോട്ടിക് എക്കോസിസ്റ്റം പറയുന്നത് ആർട്ടിഫിഷ്യൽ, മനുഷ്യന്മാർ ഉണ്ടാക്കുന്ന എക്കോസിസ്റ്റം, ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റം. ഒരു പ്ലേ ഗ്രൗണ്ട് ആവാം, ഒരു സ്റ്റേഡിയം ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റം ആവാം, ഒരു നിങ്ങളുടെ എന്താ മുഹമ്മദ് റിയാസ് എന്താ പറഞ്ഞോളൂ, എന്ത് പറ്റി? ആർട്ടിഫിഷ്യല് നിങ്ങളുടെ വീട്ടിലെ ഫിഷ് അക്വേറിയം ഒരു ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റം ആവാം. അതുപോലെ അടുത്തത് ബയോസ്ഫിയർ നമ്മളന്ന് പറഞ്ഞതാണ്. സ്ട്രക്ചർ ഓഫ് എക്കോസിസ്റ്റം. എക്കോസിസ്റ്റത്തിൽ രണ്ട് പാർട്ടാണ് ഞാൻ പറഞ്ഞു എന്നുള്ളത്, അന്നേ പറഞ്ഞതാണ് രണ്ട് കാര്യങ്ങൾ. ബയോട്ടിക്, ലിവിങ് പാർട്ട് ഓഫ് എൻ എക്കോസിസ്റ്റത്തിന് ബയോട്ടിക്കും, നോൺ ലിവിങ് പാർട്ടിനെ അബയോട്ടിക് എന്ന് പറയും. ABIOTIC. നോൺ ലിവിങ് പാർട്ട് ഓഫ് എൻ എക്കോസിസ്റ്റം ദ ഇൻക്ലൂഡ് വാട്ടർ, മിനറൽസ്, അതായത് നമ്മളുടെ മണ്ണിലുള്ള മിനറൽസ്, അക്വാട്ടിക് എക്കോസിസ്റ്റം ഈ ഹൈഡ്രോസ്ഫിയറിലുള്ള വെള്ളം, മണ്ണിലുള്ള മിനറൽസ്, സോളാർ ലൈറ്റ്, എയർ, ക്ലൈമറ്റ്. ക്ലൈമറ്റ് അതിൽ ടെമ്പറേച്ചർ വരും, എയർ ഫ്ലോ വരും, വിൻഡ് സ്പീഡ് വരും, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ക്ലൈമറ്റ്, അതിലുള്ള നിങ്ങളുടെ വെള്ളത്തിലുള്ള എയറിലുള്ള കണ്ടീഷൻസ്, ഹ്യൂമിഡിറ്റി, അതൊക്കെ വരും. പിന്നെ സോയിൽ കണ്ടീഷൻ, സോയിൽ, റോക്ക്, അതൊക്കെ അബയോട്ടിക് കോമ്പോണൻസ് ആണ്. ബയോട്ടിക് ഓൾ പ്ലാന്റ്സ്, ഫംഗി, പ്രോട്ടോസോൺസ്, ബാക്ടീരിയ, സിംഗിൾ സെൽ ആയിട്ടുള്ള ബാക്ടീരിയ, അതുമാതിരിയുള്ള പ്ലാന്റുകൾ, ഫംഗീസ്, ഓക്കെ, അതൊക്കെ ബയോട്ടിക് കോമ്പോണന്റ്. What keeps us and other organisms alive? Okay, നമ്മളിങ്ങനെ life sustained by flow of energy from the sun through biosphere, the recycling of nutrition within biosphere and gravity. ന്യൂട്രീഷൻ സൈക്കിൾ ആണ് നമ്മളെ ഇങ്ങനെ ലൈവ് ആക്കി നിർത്തുന്നത്. നമ്മൾ ജീവിച്ചു പോകാൻ കാരണം ന്യൂട്രീഷൻ സൈക്കിൾ ആണ്. ന്യൂട്രീഷൻ സൈക്കിൾ അതായത് അത് എക്കോസിസ്റ്റത്തിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. ന്യൂട്രീഷൻ സൈക്കിൾ മാറ്ററിനെ സൈക്കിൾ ചെയ്യാം. മണ്ണിന്ന് എനർജി വലിച്ചെടുത്തിട്ട് ഫോട്ടോസിന്തസിസ് വഴി ഫുഡ് ഉണ്ടാക്കിയിട്ട് പ്ലാന്റുകൾ സ്റ്റോർ ചെയ്യും. അത് വീണ്ടും മണ്ണിലേക്ക് തന്നെ തിരിച്ച് ന്യൂട്രീഷനായിട്ട് പോകും. അതാണ് ന്യൂട്രീഷൻ സൈക്കിൾ. അതുപോലെ എനർജി ഫ്ലോവും. അപ്പൊ ഈ പ്ലാന്റുകളെ തിന്നിട്ട് ജീവിക്കുന്ന കൺസ്യൂമറിനെ തിന്നിട്ട് ജീവിക്കുന്ന സെക്കൻഡറി കൺസ്യൂമേഴ്സ്, ടെർഷറി കൺസ്യൂമേഴ്സ്, അങ്ങനെ എനർജി മുകളിലോട്ട് പോകുന്നു. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് ഒരു എക്കോസിസ്റ്റത്തിൽ നടക്കുന്നത്, എനർജി ഫ്ലോവും സൈക്ലിംഗ് ഓഫ് മാറ്ററും. അപ്പൊ എന്തിനാണ് എനർജി? ഈ എക്കോസിസ്റ്റത്തിൽ ഞാൻ പറഞ്ഞു എനർജി ഉണ്ടാവുന്നു. എനർജി എന്തിനാ? എനർജി നമുക്ക് വർക്ക് ചെയ്യണം, നമ്മൾക്ക് വി നീഡ് ടു ഗ്രോ, ബിൽഡ് അവർ സെൽസ് ആൻഡ് ടിഷ്യൂസ്, ഗ്രോത്ത് ഉണ്ടാവണം, റീപ്രൊഡക്ഷൻ, ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ പോലെ റീപ്രൊഡക്ഷൻ, കുട്ടികൾ ഉണ്ടാവണം, കാരണം നമ്മളെ കമ്മ്യൂണിറ്റി അത് മെയിൻറ്റെയിൻ ചെയ്യണം. അതിനുവേണ്ടി എൻവിറോൺമെന്റുമായിട്ട് റെസ്പോണ്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് ചിലപ്പോൾ പല സ്ഥലത്ത് ഓടി രക്ഷപ്പെടേണ്ടി വരും, അല്ലെങ്കിൽ മഴ വരുമ്പോൾ മഴയിൽ നിന്ന് രക്ഷപ്പെടേണ്ടി വരും. അതാണ് എനർജി എന്ന് പറയുന്നത്. എനർജി, അതിനുവേണ്ടി എനർജി. എന്തിനൊക്കെ എനർജി വേണ്ടത്? ഒന്ന്, നമ്മളെ സെൽ ഉണ്ടാക്കാനും ടിഷ്യൂസ് ഉണ്ടാക്കാനും, ഗ്രോത്തിന് വേണ്ടി, നമ്മളെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, റീപ്രൊഡക്ഷന് വേണ്ടി, റെസ്പോണ്ടിങ് ടു എൻവിറോൺമെന്റ് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി. വലിയൊരു കാറ്റൊക്കെ വരുന്നത് നമുക്ക് ഓടി രക്ഷപ്പെടണം, മരത്തിന്റെ മേളിൽ കയറേണ്ടി വരും, മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. അങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, എനർജി എൻവിറോൺമെന്റ് റെസ്പോണ്ട് ചെയ്യാന്ന്. അതാണ് ഫ്ലോ ഓഫ് എനർജി. നമുക്ക് ഇവിടെ നമുക്ക് നോക്കാം വേറൊരു സ്ലൈഡില്. ഫ്ലോ ഓഫ് എനർജി, സൂര്യൻ നിന്ന് വരുന്ന എനർജിയാണ് മെയിൻ ആയിട്ട്, അല്ലെ? അത് ഈ സൂര്യൻ നിന്ന് വരുന്ന എനർജി 100% ആയിട്ട് കൺസിഡർ ചെയ്താല് ഒരു 30% എനർജി ഈസ് റിഫ്ലക്റ്റഡ് ബാക്ക്, അറ്റ്മോസ്ഫിയറിലേക്ക് തന്നെ റിഫ്ലക്ട് ചെയ്യും. 46% ഹീറ്റ് ലാൻഡിനെ ഹീറ്റ് ചെയ്യും, അത് അറ്റ്മോസ്ഫിയറിനെ ഹീറ്റ് ചെയ്യാൻ ഉപയോഗിക്കും.
ഓക്കെ. 30% അറ്റ്മോസ്ഫിയറിലേക്ക് തിരിച്ചു പോകുന്നു. 46% ഈറ്റിംഗ് ദ ലാൻഡ് ആൻഡ് അറ്റ്മോസ്ഫിയർ. 22% ഇവാപറേറ്റ്സ് വാട്ടർ. ഈ വരുന്ന ഹീറ്റ് സോളാർ എന്നുള്ള ഭൂമിയിലുള്ള വെള്ളത്തിന് ഇവാപറേറ്റ് ചെയ്യാൻ 22% യൂസ് ചെയ്യും. 2% ക്രിയേറ്റ്സ് വിൻഡ്. വിൻഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കും. വിൻഡ് ഈ സോളാർ എനർജി ലെവൽ വ്യത്യാസം കൊണ്ടാണ്, ഹീറ്റിംഗ് വ്യത്യാസം കൊണ്ടാണ് വിൻഡ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പൊ അത് 2% വിൻഡിന് വേണ്ടി ഉപയോഗിക്കും. ഓൺലി 0.023 ഈസ് യൂസ്ഡ് ഇൻ ഫോട്ടോസിന്തസിസ്. പ്ലാന്റുകളായത്. ഈ പ്ലാന്റുകൾ വലിച്ചെടുക്കുന്നത് സണ്ണിൽ നിന്ന് വരുന്ന എനർജിയുടെ 0.023% മാത്രമാണ്. ഓക്കെ. വളരെ ചെറിയ തുച്ഛമായ ചെറിയൊരു പെർസെന്റേജ് ആണ് ഈ പ്ലാന്റുകൾ ഓൾ ടുഗദർ വേൾഡ്, നമ്മളെ ഭൂമിയുടെ ബയോസ്ഫിയറിന്റെ മുകളിലുള്ള കംപ്ലീറ്റ് പ്ലാന്റുകൾ നോക്കിയിട്ട് ആ പ്ലാന്റുകൾ വലിച്ചെടുക്കുന്നത് ദിസ് മച്ച് പെർസെന്റേജ് മാത്രമാണ്. അതാണ് എനർജി ഫ്ലോ ഓഫ് എനർജി എന്ന് പറയുന്നത്. സോ എർത്ത് റിസീവ്സ് അബൌട്ട് 1 billionth ഓഫ് ദ സൺസ് എനർജി ഔട്ട്പുട്ട്. നമുക്കൊരു 1% ട്രാപ്ഡ് ബൈ ഫോട്ടോസിന്തസിസ്. നമുക്ക് ഇതിന് നമുക്കൊരു 1% 0.023 ആണ് എക്സാക്ട്ലി. ഇറ്റ്സ് നോട്ട് ഈവൻ 1%. ഓക്കെ. അപ്പൊ സോളാർ എനർജി റീച്ചിങ് ദ എർത്ത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആയിട്ടാണ് വരുന്നത്. അതിൽ വിസിബിൾ ലൈറ്റ് ഉണ്ട്, UV റേഡിയേഷൻ ഉണ്ട്, ഹീറ്റ് വേവ്സ് ഉണ്ട്. ഓക്കെ. നാച്ചുറൽ ഗ്രീൻ ഹൗസ് എനർജി ഇൻ ആൻഡ് എനർജി ഔട്ട് രണ്ട് ഈക്വൽ ആണ്. ഓക്കെ. ഇത് let be there. We will go to next. This is what is this? This is the energy flow. Solar energy വരുന്നു. ഫോട്ടോസിന്തസിസ് വഴി പ്ലാന്റുകളിൽ നടക്കുന്ന, ഇലകളിൽ നടക്കുന്ന ഫോട്ടോസിന്തസിസ്, ന്യൂട്രീഷൻ മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്നു. ഓക്കെ. പ്രൊഡ്യൂസർ ആയിട്ട് ഇതാണ് പ്രൊഡ്യൂസർ, മെയിൻ സെൽഫ് ഫീഡിങ്. അതിനുശേഷം ഈ പ്ലാന്റുകൾ ഗ്രാസ് ഈറ്റിംഗ് ആനിമൽസ് ഉണ്ട്, അത് പ്രൈമറി പ്രൊഡ്യൂസ് കൺസ്യൂമർ. ഈ ജീവജാലങ്ങളെ തിന്നുന്ന വേറെ ജീവജാലങ്ങൾ സെക്കൻഡറി കൺസ്യൂമർ. മീറ്റ് ഈറ്റിംഗ് ആനിമൽസ്. ഓക്കെ. സോ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡ് ആണ് ഈ പ്ലാന്റുകൾ വലിച്ചെടുക്കുന്നത്. തിരിച്ച് നമുക്ക് ഓക്സിജൻ തരും. അറ്റ്മോസ്ഫിയറിൽ നിന്ന് വരുന്ന സോളാർ എനർജിയും അറ്റ്മോസ്ഫിയറിൽ നിന്ന് വരുന്ന കാർബൺ ഡയോക്സൈഡും ഭൂമിയിൽ നിന്ന് വരുന്ന ന്യൂട്രീഷനും വലിച്ചെടുത്തിട്ട് അത് എനർജി സ്റ്റോർ ചെയ്യും. അതിന് ആ ഫുഡ്, ആ എനർജി ഈ പ്രൈമറി കൺസ്യൂമർ കൺസ്യൂം ചെയ്തു. സെക്കൻഡറി കൺസ്യൂമർ, ടെർഷറി കൺസ്യൂമർ, അങ്ങനെ മുകളിലോട്ട് പോകും. അപ്പൊ അതിനുശേഷം താഴെ ഭൂമിന്റെ അടിയിൽ ഈ ഡീകമ്പോസറിന്റെ പണിയാണ് വീണ്ടും ഇതിനെ എനർജി ആക്കി, ന്യൂട്രീഷൻ ആക്കി മാറ്റുക എന്നുള്ളത്. ഈ ജീവജാലങ്ങളൊക്കെ ചത്ത് മണ്ണിൽ അടിഞ്ഞു കഴിഞ്ഞാൽ ദീസ് ഡീകമ്പോസേഴ്സ്, ഭൂമിന്റെ മണ്ണിന്റെ അകത്തുള്ള ഡീകമ്പോസേഴ്സ് എന്ത് ചെയ്യും? അതിനെ തിരിച്ച് ന്യൂട്രീഷൻ ആക്കിയിട്ട് വെക്കും, വീണ്ടും അടുത്ത പ്ലാന്റിന് വേണ്ടി ഫീഡ് ചെയ്യാൻ വേണ്ടി. അതാ എനർജി സൈക്കിൾ, ന്യൂട്രീഷൻ സൈക്കിൾ ഐ മീൻ. ഓക്കെ. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടതന്നെ ഇത് സെയിം തിങ് ഒന്നും കൂടി വരച്ചതേ ഉള്ളൂ. അവിടെ ഒന്നും കൂടി കാണിക്കുന്നേ ഉള്ളൂ. നേരത്തെ സണ്ണിൽ നിന്ന് വരുന്ന എനർജി എന്തൊക്കെയാന്ന്, UV റേഡിയേഷൻ വരുന്നുണ്ട്, റിഫ്ലക്റ്റഡ് ചെയ്യുന്നുണ്ട്. എനർജി ഇൻ ഈസ് എനർജി ഔട്ട് ഈക്വൽ ആണ്. ഓക്കെ. ഗ്രീൻ ഹൗസ് എഫക്ട്. ഗ്രീൻ ഹൗസ് എഫക്ട് നമുക്കറിയാം, ഇതിനകത്ത് ഹീറ്റ് കൂടി, കാർബൺ ഡയോക്സൈഡ് ഒക്കെ കൂടിയാൽ ഹീറ്റ് വലിച്ചെടുക്കും, പുറത്തേക്ക് വിടൂല. സോ ഇറ്റ് വിൽ ബിക്കം ലൈക്ക് എ ഹോട്ട് തിങ്. ആ ഹീറ്റ് അത് വലിച്ചെടുത്തോണ്ടേയിരിക്കും. അതിന് നമ്മൾ അതുകൊണ്ട് അത് ഗ്രീൻ ഹൗസ് എഫക്ട് എന്ന് പറയുന്നത്. ഫോട്ടോസിന്തസിസ് ആണ്, റെസ്പിറേഷൻ, അറ്റ്മോസ്ഫിയർ ഈ ഇത് നടക്കുന്നത്. ഇത് നോക്കാം എന്താ സംഭവം. അപ്പം ഈ പ്ലാന്റുകള്, വെജിറ്റേഷൻ എന്ന് പറയുന്ന പ്ലാന്റുകള് സോളാർ ലൈറ്റ് വലിച്ചെടുത്ത് സോളാർ എനർജിയും അറ്റ്മോസ്ഫിയറിൽ നിന്ന് കാർബൺ ഡയോക്സൈഡും വെള്ളവും മിക്സ് ചെയ്ത് നടക്കുന്ന പ്രോസസ്സിലേക്ക് കൂടി ഇതാണ് ഷുഗർ ഉണ്ടാക്കും. ഷുഗർ എന്ന് പറഞ്ഞാൽ ന്യൂട്രീഷൻ ഉണ്ടാക്കും അവര്. തിരിച്ച് ഓക്സിജൻ തരും, നമുക്ക് കെമിക്കൽ എനർജിയും പുറത്തേക്ക് വരും. ഓക്കെ. ഈ ഷുഗർ ആണ് അവർ സ്റ്റോർ ചെയ്യുന്നത്. ഈ ഫോട്ടോസിന്തസിസ് ആണ് ഓൾമോസ്റ്റ് ലൈഫ് ഭൂമിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ കാരണം. ഫോട്ടോസിന്തസിസ് ആണ് 0.023% സൂര്യൻ നിന്ന് വരുന്ന എനർജി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡയോക്സൈഡും നിങ്ങളുടെ ഹൈഡ്രോസ്ഫിയർ, അതായത് ഭൂമിയിലുള്ള വെള്ളവും വലിച്ചെടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് റിയാക്ഷൻ നടത്തിയിട്ട് ഷുഗർ ഉണ്ടാക്കും പ്ലാന്റുകൾ. സെൽഫ് ഫീഡിങ് ആണ് അവർ, പ്രൊഡ്യൂസർ എന്ന് പറയുന്നത്. അപ്പോൾ എനർജി ഫ്രം സൺ, കാർബൺ ഡയോക്സൈഡ് അറ്റ്മോസ്ഫിയർ,
വാട്ടർ ഫ്രം ദ എർത്ത്. ഇത് മൂന്ന് നടന്നിട്ട് ഓക്സിജൻ പുറത്തേക്ക് തള്ളും. അവിടെ പുതിയ ഇലകളോ അവിടെ അതിന്റെ ഫ്രൂട്ട്സോ ഉണ്ടാവും. അത് സ്റ്റോർ ചെയ്യും ഷുഗർ ആക്കിയിട്ട്. അപ്പൊ ഈ എനർജി ഉണ്ടാക്കിയ എനർജി എങ്ങനെയാ കൺസ്യൂം ആവുന്നത്? റെസ്പിറേഷൻ ഇസ് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ദാറ്റ് അലോസ് ഓർഗാനിസം ടു യൂസ് എനർജി സ്റ്റോർഡ് ഇൻ ദ കെമിക്കൽ ബോണ്ട്സ് മാനുഫാക്ചർഡ് ഡ്യൂറിംഗ് ഫോട്ടോസിന്തസിസ്. കെമിക്കൽ എനർജി സ്റ്റോർഡ് ഇൻ ഫുഡ്, ഫ്യൂവൽ, ലൈഫ് പ്രോസസ്. എയറോബിക് റെസ്പിറേഷൻ ഉണ്ട്, എനോറോബിക് റെസ്പിറേഷൻ. ഓക്സിജന്റെ പ്രസൻസിൽ നടക്കുന്ന റെസ്പിറേഷൻ. ഓക്സിജൻ ഇല്ലാതെ ജീവിക്കുന്ന ജീവജാലങ്ങളുണ്ട്. ഓക്സിജന്റെ പ്രസൻസിൽ നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് ഓക്സിജൻ ഇല്ലാതാവില്ല. ചില മൈക്രോ ഓർഗാനിസംസിന് ഓക്സിജൻ ഇല്ലാതെയും ജീവിക്കാൻ പറ്റും. അതിന് എനോറോബിക് റെസ്പിറേഷൻ എന്ന് പറയും. എയറോബിക് റെസ്പിറേഷനോ എനോറോബിക് റെസ്പിറേഷൻ. അപ്പൊ എനർജി കൺസ്യൂം ചെയ്യാൻ ഈ റെസ്പിറേഷൻ ആവശ്യമാണ്. ഓക്കെ, ഈസ് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്. ഇത് നിങ്ങളുടെ എക്സാമിന് ഈ വാട്ട് ഈസ് റെസ്പിറേഷൻ അല്ലെങ്കിൽ വാട്ട് ഈസ് എനർജി ഫ്ലോ എന്നൊക്കെ ചോദിക്കും. അതൊന്നും ചോദിക്കില്ല നമ്മുടെ സബ്ജക്ട്. ഇത് ജസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് യു, ടു മേക്ക് യു അണ്ടർസ്റ്റാൻഡ് ദീസ് തിങ്സ് ആർ ടോൾഡ് ടു യു. ഓക്കെ, അപ്പൊ ഈ ഉണ്ടാക്കുന്ന എനർജി, സണ്ണിന്ന് വലിച്ചെടുക്കുന്ന എനർജി കൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവും ഉപയോഗിച്ചുകൊണ്ട് പ്ലാന്റുകൾ ഉണ്ടാക്കിയ എനർജി, ന്യൂട്രീഷ്യൻസ്, അത് ആരൊക്കെ യൂസ് ചെയ്യുന്നത്? ദർ ആർ 3 മെയിൻ കാറ്റഗറീസ് ഓഫ് ഓർഗാനിസം അക്കോർഡിംഗ് ടു ദ എക്കോളജിക്കൽ റോൾസ് ദേ പ്ലേ. എന്തൊക്കെയാണ്? ഒന്ന് പ്രൊഡ്യൂസേഴ്സ്. ഓക്കെ, പ്രൊഡ്യൂസർ സോളാർ എന്നുള്ള എനർജിയാണ് യൂസ് ചെയ്യുന്നത്. പ്രൈമറി പ്രൊഡ്യൂസർ, അതിനെ നമ്മൾ ഓട്ടോട്രോപ്സ് എന്ന് പറയും, അല്ലെങ്കിൽ സെൽഫ് ഫീഡിങ്, അതാണ് പ്ലാന്റുകൾ. പിന്നെയോ കൺസ്യൂമേഴ്സ്, ഹെട്രോട്രോപ്സ്, ഈ പ്രൊഡ്യൂസറിനെ തിന്നുന്ന ജീവികൾ. കൺസ്യൂമർ, അത് പ്രൈമറി കൺസ്യൂമർ ആവാം, സെക്കൻഡറി കൺസ്യൂമർ ആവാം, ടെർഷറി ആവാം, കോട്ടണറി ആവാം, അങ്ങനെ മുന്നോട്ട് പോകാം. പിന്നെ എന്നുള്ളത് ഡീകോമ്പോസേഴ്സ്, അതൊരു സ്പെഷ്യൽ ടൈപ്പ് കൺസ്യൂമറാണ്. ഡീകോമ്പോസേഴ്സ് ഭൂമിന്റെ അടിയിലുള്ള ഇതിനെല്ലാം വീണ്ടും ന്യൂട്രീഷൻ ആക്കി മാറ്റുന്ന മൈക്രോ ഓർഗാനിസംസ്. ഓർഗാനിസംസ് ദാറ്റ് ക്യാൻ മേക്ക് ദെയർ ഓൺ ഫുഡ്, അതായത് പ്രൊഡ്യൂസർ. ഓൺ ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്ന ജീവികളെ നമ്മള്, പ്ലാന്റുകളെ നമ്മള് പ്രൊഡ്യൂസർ എന്ന് പറയും. സെൽഫ് ഫീഡിങ്, അല്ലെങ്കിൽ അതിനെ ഓട്ടോട്രോപ്സ് എന്ന് പറയും. ഓട്ടോട്രോപ്സ് എന്താ അത് ചെയ്യുന്ന? ഓട്ടോട്രോപ്സ് യൂസ് ഫോട്ടോസിന്തസിസ് ടു കൺവേർട്ട് സൺലൈറ്റ് കെമിക്കൽ എനർജി. പ്രൊഡ്യൂസ് കാർബോഹൈഡ്രേറ്റ്സ് അല്ലെങ്കിൽ ഷുഗർ. കാർബോഹൈഡ്രേറ്റ്സിനോട് ഷുഗർ എന്ന് ഞാൻ പറയുന്നത്. കാർബോഹൈഡ്രേറ്റ്സ് ഫോർ ഇമ്മീഡിയറ്റ് യൂസ് ഓർ സ്റ്റോറേജ് ഫോർ ലേറ്റർ. ഓക്കെ, അവർക്ക് വളരാൻ വേണ്ടിയും ഫ്യൂച്ചറിൽ യൂസ് ചെയ്യാൻ വേണ്ടിയും സ്റ്റോർ ചെയ്യും. അവരുടെ സ്റ്റെമ്മിലോ അല്ലെങ്കിൽ ഫ്രൂട്ട് ആയിട്ടോ സ്റ്റോർ ചെയ്യും. ഓക്കെ, എക്സാമ്പിൾസ് ഇൻക്ലൂഡ് പ്ലാന്റ്സ്, അൽഗ. അൽഗ എന്ന് പറഞ്ഞാൽ എന്താണ്? അൽഗ എന്ന് പറഞ്ഞാൽ ഈ പായലില്ലേ, പച്ചപ്പായൽ, അൽഗ. പായൽ നമ്മളെ നിങ്ങളുടെ കായലിന്റെ പുറത്തൊക്കെ പച്ച കളറിൽ കാണുന്നില്ലേ, അൽഗ. പിന്നെയും സൗണ്ട് മ്യൂട്ട് എവിടെയാണുള്ളത് ആൾക്കാര്? ഓക്കെ, അപ്പം വാട്ടർ വരുന്നു, കാർബൺ ഡയോക്സൈഡ് അറ്റ്മോസ്ഫിയർ വരുന്നു, സൺലൈറ്റ് വരുന്നു, പ്രോസസ്സിംഗ് നടക്കുന്നു, ഗ്ലൂക്കോസ് അല്ലെങ്കിൽ പറഞ്ഞ ഷുഗർ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടാക്കുന്നു, ഓക്സിജൻ പുറത്തേക്ക് തരുന്നു. ഈ ഓക്സിജൻ നമുക്ക് യൂസ്ഫുൾ ആവും. അപ്പം നമ്മൾ പ്രൊഡ്യൂസർ ഇപ്പം കണ്ടു. ഇത് നമ്മൾ പ്രൊഡ്യൂസർ മനസ്സിലായി. അടുത്തത് കൺസ്യൂമർ. എന്താ കൺസ്യൂമർ? ആനിമൽസ്, ഫംഗി, പ്രൊട്ടിസ്റ്റ് ആൻഡ് മോസ്റ്റ് ബാക്ടീരിയ ദാറ്റ് കനോട്ട് മേക്ക് ദെയർ ഓൺ ഫുഡ്. ഒറ്റക്ക് ഫുഡ് ഉണ്ടാക്കാൻ കഴിയില്ല. ഒറ്റക്ക് ഫുഡ് ഉണ്ടാക്കാൻ കഴിയുന്ന പ്രൊഡ്യൂസർ, നമ്മൾക്ക് ഉണ്ടാക്കാൻ കഴിയില്ല ഫുഡ്. സോ വി കോൾ ഇറ്റ് as ourselves consumers. Consumers are heterotrophs, obtain food by eating other organisms. മറ്റുള്ള ഓർഗാനിസത്തിനെ തിന്നുന്ന ജീവികളെ നമ്മൾ ഹെട്രോട്രോപ്സ് എന്ന് പറയും. ഹെട്രോട്രോപ്സ്. ഓക്കെ, ടൈപ്സ് ഓഫ് കൺസ്യൂമേഴ്സ് എന്തൊക്കെയാണുള്ളത്? പ്രൈമറി കൺസ്യൂമർ, സെക്കൻഡറി കൺസ്യൂമർ, ടെർഷറി കൺസ്യൂമർ. അതിന്റെ താഴെ കോട്ടണറി ഉണ്ട്. ചില ലെവലിൽ അതുണ്ടാവും കോട്ടണറി, 4th ലെവൽ. പ്രൈമറി എന്ന് പറഞ്ഞാല് പ്രൈമറി കൺസ്യൂമേഴ്സ്. ഗ്രാസ് ഹോപ്പർ, പുല്ല് തിന്ന പുൽച്ചാടുകൾ, ഗ്രാസ് ഹോപ്പർ. അതിനകത്ത് നിന്ന് ഗ്രാസ് ഹോപ്പറിനെ തിന്നുന്നത് സെക്കൻഡറി. ഫ്രോഗ് സെക്കൻഡറി. ഫ്രോഗിനെ തിന്നുന്ന പാമ്പുകള് ടെർഷറി ആവാം. എക്സാമ്പിൾ നോക്കാം. ഒരു മിനിറ്റ്, ലെറ്റ് മീ.
ഇവിടെ നോക്ക്, പ്രൈമറി പ്രൊഡ്യൂസർ അതായത് ഹെർബിവോർസ്, പ്രൈമറി കൺസ്യൂമർ ഈ പുൽച്ചാടികളാവാം, കാർണിവോർസ് സെക്കൻഡറി കൺസ്യൂമർ. ഓക്കെ, ഇതിനെ തിന്നുന്ന ഇത് ടെർഷറി കൺസ്യൂമർ, ഇതിനെ തിന്നുന്ന പരുന്ത് അത് പാമ്പിനെ തിന്നുന്ന പരുന്ത് കോട്ടണറി കൺസ്യൂമർ. സോ പ്രൈമറി കൺസ്യൂമർ, സെക്കൻഡറി കൺസ്യൂമർ, ടെർഷറി കൺസ്യൂമർ, കോട്ടണറി കൺസ്യൂമർ, അങ്ങനെ മുകളോട്ട് പോകും. അതിപ്പോ ഇത് അക്വാറ്റിക്കിലുള്ളതാണ്. ഓക്കെ ഓക്കെ സൂ പ്ലാങ്ക്ടോൺ ഇത് അൽഗ ആയിരിക്കാം. സൂ പ്ലാങ്ക്ടോൺ ഇത് തിന്നുന്ന ജീവികൾ സൂ പ്ലാങ്ക്ടോൺ. കാർണിവോസ് ഇതിനെ പിടിച്ച് തിന്നുന്ന സൂ കാർണിവോസ്, ഇതിനെ തിന്നുന്ന കാർണിവോസ്, ഇതിനെ തിന്നുന്ന കാർണിവോസ്. So this is a primary consumer, this is secondary consumer, tertiary consumer, quaternary consumer. Okay. അപ്പൊ കൺസ്യൂമേഴ്സിനെ നമുക്ക് എങ്ങനെയാ ക്ലാസിഫൈ ചെയ്യാം? കൺസ്യൂമേഴ്സിനെ ഒന്ന് ഹെർബിവോർസ്. ഹെർബിവോർസ് എന്ന് പറഞ്ഞാൽ വെജിറ്റേറിയൻ മാത്രം തിന്നുന്ന പ്രൈമറി കൺസ്യൂമേഴ്സ്. ഡിയേഴ്സ് ആവാം, കാറ്റർപില്ലർ ആവാം, ജിറാഫ് ഇതുമാതിരിയുള്ള ജീവികളൊക്കെ ഹെർബിവോർസ് എന്ന് പറയും, പ്രൈമറി കൺസ്യൂമേഴ്സ് ആണ്. ഓക്കെ, അല്ലെങ്കിലോ ഹെർബിവോറിന്റെ കൺസ്യൂമേഴ്സിന്റെ ക്ലാസ് ഹെർബിവോർസ്, പിന്നെ കാർണിവോർസ്. കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞത് കാർണിവോർസ് ഈറ്റ് ഓൺലി അതർ ആനിമൽസ്. അവർക്ക് വെജിറ്റബിൾസ് തിന്നാൻ പറ്റൂല, മറ്റുള്ള ആനിമൽസിനെ പിടിച്ചു തിന്നും. ഓക്കെ, അതിന് നമ്മൾ കാർണിവോർസ് എന്ന് പറയും. അത് സെക്കൻഡറി ആൻഡ് ടെർഷറി കൺസ്യൂമേഴ്സ് ആണ്. ലയൺ, വോൾവ്സ്, ഈഗിൾസ്, ഷാർക്ക് അതുമാതിരിയുള്ളതൊക്കെ അടുത്ത സ്റ്റേജ് സെക്കൻഡറി ആൻഡ് ടെർഷറി കോട്ടണറി ആണ് വരിക. പിന്നെന്താ ഈ രണ്ടും തിന്നുന്നതാണ് ഓംനിവോർ. ക്ലാസിഫിക്കേഷൻ ഓഫ് കൺസ്യൂമേഴ്സിൽ ഓംനിവോർ എന്താണ്? ഈറ്റ് ബോത്ത് പ്ലാന്റ് ആൻഡ് ആനിമൽ, രണ്ടും തിന്നും. ക്യാൻ ബി പ്രൈമറി, സെക്കൻഡറി ഓർ ടെർഷറി ഓർ കോട്ടണറി ആവാം. ഓക്കെ, റാക്കോൺസ്, ബിയർ കരടികള് മറ്റുള്ള ആനിമൽസ് തിന്നും, അതുപോലെ വെജിറ്റേഷനും തിന്നും. അതാണ് ഓംനിവോർ. ചില മനുഷ്യന്മാരും അങ്ങനെ തന്നെ രണ്ടും കഴിക്കും. വേറെ സ്പെഷ്യൽ ആയിട്ടുള്ള കൺസ്യൂമേഴ്സ് ഉണ്ട്. സം കൺസ്യൂമേഴ്സ് ആർ സ്കാവഞ്ചേഴ്സ്. സ്കാവഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഡെഡ് ആനിമൽസിനെ മാത്രം കഴിക്കുന്ന സ്കാവഞ്ചേഴ്സ്. സ്കാവഞ്ചേഴ്സ് ആർ ആനിമൽസ് ദാറ്റ് ഈറ്റ് അപ്പ് ഫ്ലെഷ് ഓഫ് ഡെഡ് ആനിമൽസ്. അവർക്ക് ജീവനുള്ളതിന് ഇഷ്ടമല്ല, കഴിക്കൂല, ചത്തതിനെ മാത്രം കഴിക്കും. ഓക്കെ, കൊന്നിട്ട് തിന്നൊന്നുമില്ല. ഏതെങ്കിലും ജീവികൾ കൊന്ന് സൈഡിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനെ പിടിച്ച് തിന്നും. ഇത് ബയോളജിക്കൽ ക്ലീനപ്പ് ക്രൂ എന്നും പറയും ഇതിന്. കംപ്ലീറ്റ് വൃത്തിയാക്കി പ്ലാന്റുകൾ, നമ്മളെ സറൗണ്ടിങ്സ് വൃത്തിയാക്കുന്ന ജീവജാലങ്ങൾ. വൾച്ചേഴ്സ്, ഹൈൻസ്, ക്രൗസ് ഒക്കെ. ഓക്കെ, വേറൊരു സാപ്രോട്രോപ്സ് എന്ന് പറഞ്ഞാല് മറ്റുള്ള ലിവിങ് ഓർ നോൺ ലിവിങ് തിങ്സിന്റെ മുകളിൽ പറ്റിപ്പിടിച്ചിട്ട് അത് അവിടെ ജീവിക്കുന്ന കൂണ് കണ്ടോ ഇത്. അതായത് ലിവിങ് ഇൻ ഓർ ഓൺ ലിവിങ് നോൺ ലിവിങ് തിങ്സ്. ഓക്കെ, അവരെങ്ങനെയാണ് ചെയ്യുന്നത്?